നമസ്കാരം. അതിവിശേഷപ്പെട്ടതായ ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം കാക്കയുടെ ചിത്രമാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തൂ. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത്രമേൽ പ്രവർത്തിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഇത്രമേൽ ചെയ്തിട്ടും എന്തുകൊണ്ട് അനുകൂലമായ ഫലം ലഭിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങളുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ പുറത്ത് പറയുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ തകർച്ച പലരും കണ്ട് രസിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അതിലൊരു മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം വേദനിപ്പിച്ചതായ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പല രീതിയിലും സ്ട്രെസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം പല ശത്രുക്കളും നിങ്ങൾക്ക് മുൻപിലുണ്ട്. ആ ശത്രു ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരോട് നിങ്ങൾ കൂടുതൽ അടുത്തിരിക്കുകയോ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതായ നഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരെ തടയുവാനുള്ള ശക്തി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകി എന്ന് വരാം. അതിനാൽ തന്നെ അവർക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം എന്ത് എന്ന് ചിന്തിച്ച് കുഴങ്ങി നിൽക്കുന്ന നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നതാണ്. അവർ പല രീതിയിലും നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. അത് ദേഹോപദ്രവമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പല രീതിയിലും തകർക്കുവാൻ, അത് തൊഴിൽപരമോ ബിസിനസ് പരമോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. എന്നാൽ ആ തകർക്കാൻ പോകുന്ന വ്യക്തി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് എന്ന തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നു ചേരും. വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആ കാര്യങ്ങൾ തെളിവുകൾ സഹിതം നിങ്ങൾക്ക് മുൻപിൽ അത്തരം വ്യക്തികൾ പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ അവരുടെ മുഖം മൂടി തന്നെ അഴിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു പക്ഷേ സാധിക്കണം എന്നില്ല, പക്ഷേ അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ മുൻവിധിയോടെ ആരോടും സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. തീർച്ചയായും ആ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. ഏത് കാര്യം പ്രവർത്തിച്ചാലും വിജയങ്ങൾ പോലും നേടാൻ സാധിക്കാതെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കുന്ന സാഹചര്യമായിരിക്കും ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നും
പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ശത്രുക്കൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കാത്തതായ അവസ്ഥ. മുൻപ് അവർക്കത് എളുപ്പമായിരുന്നു, എന്നാൽ ഇനി അതത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളും രൂപപ്പെടും. ഒളിഞ്ഞിരിക്കുന്നതായ സത്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തേക്ക് വരാനായി പോകുന്നത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. ഈ സമയം ശത്രുക്കളെ മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ച് നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല രീതിയിലും പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളവരാണ്. പലരെയും നിങ്ങൾക്ക് പല അവസരങ്ങളിലും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. കാരണം എല്ലാവരെയും ഒരേപോലെ കാണുകയും ആരോടും പക്ഷാഭേദം കാണിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ സ്നേഹം കാണിക്കുന്നു എങ്കിലും നിങ്ങളുടെ സ്നേഹം പലരും തിരിച്ചറിയാത്തതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എങ്കിലും അത് കാര്യമാക്കാതെ പിന്നെയും അവരെ സ്നേഹിക്കുകയും പലരെയും അടുത്ത് ചേർത്ത് നിർത്തുകയും ചെയ്യും. എന്നാൽ അവർ നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അത്തരത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രമേൽ വിഷമങ്ങൾ നൽകുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം തിരിച്ചടികളോ പ്രയാസങ്ങളോ നേരിടുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും നേർവിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. ആരോ നിങ്ങളെ ചതിക്കുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് എതിരായിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് അടുത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന ചിന്ത നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. അല്ലാതെ ഇത്രയും എളുപ്പത്തിൽ നിങ്ങളെ തകർക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ അടുത്തുനിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രാർത്ഥന പലപ്പോഴും വിഫലമാകുന്നുണ്ടോ എന്നൊരു ചിന്ത പോലും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പല കാര്യങ്ങളും തിരിച്ചടികളായി സംഭവിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ശത്രുക്കൾക്ക് മേൽ ശത്രു എന്ന പോലെ പല രീതിയിലും തിരിച്ചടികൾ പ്രയാസങ്ങൾ നേരിടുന്നു. അർഹമായത് നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥ, അർഹമായത് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യം, അനർഹരായ പല വ്യക്തികൾക്കും പല കാര്യങ്ങളും ലഭിക്കുന്നതായ സാഹചര്യം, ശത്രുദോഷം മൂലം ജീവിതം മുന്നോട്ട് പോകുവാൻ പോലും ചില സമയങ്ങളിൽ സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ ഈ സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ അവിശ്വസിക്കുവാൻ പാടുള്ളതല്ല. കാരണം ആ ശക്തിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം നിങ്ങളുടെ ശത്രു അടുത്തുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അവർക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. കാരണം മുഖംമൂടി ധരിച്ചിരിക്കുന്ന, പുറമേ ചിരിച്ചു കാണിക്കുന്ന, എന്നാൽ അവരുടെ ഉള്ളിൽ നിങ്ങൾ നശിച്ചു കാണണം എന്ന ചിന്തയുള്ള ചില വ്യക്തികളെ നിങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. അവരെ ആരാണ്? അവരുടെ മുഖം മൂടി പോലും നിങ്ങൾക്ക് മുൻപിൽ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആരെയും മുൻവിധിയോടെ അത്തരത്തിൽ കാണുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് അതിനുള്ള സമയമായിരിക്കുന്നു. അതിനാൽ തന്നെ ആ വ്യക്തികളെ ദൈവം തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരും. അവർക്കിനി നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ആരാണോ നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നതല്ല. ഇനിയും നിങ്ങൾ നശിച്ചു കാണണം എന്ന ചിന്ത അവർക്കുണ്ട് എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചടിയായി മാറുന്നു. കാരണം അവരുടെ ജീവിതവും തിരിച്ചടികളിലൂടെ മുന്നോട്ട് പോകുവാൻ ആരംഭിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ നശിക്കുകയും അവർ ഉയരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നേർവിപരീതമായി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പല വ്യക്തികളെയും തിരിച്ചറിയുവാനും അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും
ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ അടിയുറച്ച് വിശ്വസിക്കണം. ഇത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് വീണ്ടും അവസരം നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. അതിനാൽ ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കുമ്പോൾ അവരെ അകറ്റി നിർത്തുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉത്തമം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക.